അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ 11-ാം തീയതി വീഡിയോ ആയിട്ടത് ഇപ്പോഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത്. ഇതിന് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ രാവിലെ ഇലക്ഷൻ അമ്മ വോട്ട് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. ഒരു 7 മണിക്ക് ആവാറായി. നല്ല മഞ്ഞുണ്ട്, നല്ല തടവുമുണ്ട്. അപ്പോൾ അവർ പോകണം നോക്കി ജെയ്ഡു കൊണ്ടുപോകുന്നുള്ള ഒരു ഇതിൽ വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ ജെയ്ഡുവിനെ കൊണ്ടുപോകാണ്ട് അവർ വേഗം പോയി. അപ്പോൾ അവന് അവിടെ തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക, കയറി വരണേ ഇല്ല. പ്രത്യേകിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവനതേ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിക്കുക. ഇവിടെ വരുമ്പോഴല്ലേ നടക്കുള്ളൂ. അപ്പോൾ ആ കളിക്കണം എന്നുള്ളൊരു ഇതിൽ ഇതേ അകത്ത് കയറാണ്ട് നിന്ന് എന്തൊക്കെയോ, ചിലപ്പോൾ അവിടെ ഇരുന്ന് മണ്ണ് വാരി തലേക്കട ഇടും. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വിടും. ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിലടച്ചക്കിളിയെ പോലെ നമ്മൾ അടച്ചിട്ടിരിക്കണമല്ലോ. മേളിൽ നിന്ന് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തു പോയാൽ വല്ല അപകടം പറ്റുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ അവിടെ അത്രയും കെയർ ചെയ്തിട്ട് നിൽക്കണേ. അപ്പോൾ ദേ അമ്മ കത്തിച്ചിട്ട് വേസ്റ്റിൻ്റെ അടപ്പിട്ട് അത് വാരാനെടുക്കാനൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വോട്ട് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചനോട് പറയാണ് തിരക്കില്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് വേഗം വരാം. അപ്പച്ചന് തീരെ വയ്യാത്തൊക്കെയാണല്ലോ, അപ്പോൾ വേഗം പൊക്കോ, അത് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ജെയ്ഡുമോൻ ജ്യൂസ് മോൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ജെയ്ഡുമോൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഞാൻ അപ്പോഴേക്കും രാവിലെ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ആ ചായ കയ്യോടെ കുടിക്കാമെന്ന് വിചാരിച്ച് കുടിക്കുക. അപ്പോൾ ജെയ്ഡുമോന് വേണമെന്ന് ചോദിച്ചപ്പോൾ ജെയ്ഡുമോന് വേണം, പക്ഷേ ചൂട് കാരണം ജെയ്ഡുമോന് കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. അപ്പോൾ അതേ കസേരയുടെ സെറ്റിയുടെ മേലേക്കിടെ കയറി ഇറങ്ങണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, എവിടേക്കാണ് കയറണേ. നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ അവൻ. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കയറുക, ചാടുക, മറിയുക. എന്തൊക്കെ അടുക്കളയിലിരിക്കുന്ന സാധനങ്ങളോട് ഹാളിൽ വെക്കുക, റൂമിൽ എന്തിനുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരിക. അയ്യോ പറയണ്ട ജെയ്ഡുവിൻ്റെ കാര്യം, അത്ര കുസൃതികളാണ് ജെയ്ഡുവിൻ്റെ കയ്യിൽ. അപ്പോൾ അമ്മ എന്തൊക്കെയോ ജെയ്ഡുവിനോട് ചോദിക്കുന്നുണ്ട്, പാപ്പം കഴിച്ചോ, പാപ്പം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞിട്ട് വേഗം റെഡിയായി പോയി വോട്ട് ചെയ്തിട്ട്. വോട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 3-4 വീട് കഴിഞ്ഞാൽ വോട്ട് ചെയ്യണ സ്ഥലം സ്കൂളാണ്. ഞാൻ 8 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളാട്ടോ. അപ്പം നമുക്കത് നടന്നൊന്ന് വേഗം പോയി ചെയ്യാണ്ടൊരു ഇതുള്ളൂ കേട്ടോ. അപ്പം ഞാനും അപ്പച്ചനും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിവനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം, എനിക്ക് അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ഇവനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എങ്ങനെയാലും ഇവനെ സെറ്റാക്കി ഒന്ന് ഇരുത്തണം. അപ്പോൾ ചായ വേണം ചോദിക്കുമ്പോൾ ചായ വേണ്ടാന്നും കാണിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകാനുള്ളൊരു വെപ്രാളവും കാണിക്കുന്നുണ്ട്. അവന് പുറത്ത് പോയി ഇങ്ങനെ ഓടിക്കളിക്കണം. അകത്തിരിക്കണം അവന് ഇഷ്ടമല്ല. നമ്മുടെ അവിടെ നമ്മളങ്ങനെ താമസിക്കണം കാരണം അവനങ്ങനെ ഇരുന്നങ്ങോട്ട് പോകണമെന്നുള്ളൂ. പക്ഷെ പൊതുവേ ആൾക്ക് എപ്പോഴും പുറത്ത് കളിച്ചിടങ്ങണയായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ അവനെ പല്ല് തേക്കാൻ അതൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എവിടെ നിന്ന് അവനെ അമ്മതേ എന്തൊക്കെയോ പറഞ്ഞ് കളിപ്പിക്കണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാമെന്ന് വിചാരിച്ചത് പേസ്റ്റൊക്കെ ആക്കി പല്ല് തേക്കാൻ പോയപ്പോൾ നേരം കൊണ്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ക്യാമറ ഓണാക്കിയ കക്ഷിയുടെ വിചാരം അപ്പോൾ പാട്ട് പാടാം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത, അതിന് വേണ്ടി പോയി നിന്നു. അപ്പോഴേക്കും ഞാൻ ചിലപ്പോൾ അങ്ങനെ ഓഫാക്കിയാലോ. അപ്പം ഞാൻ വേഗം വിളിച്ചു അവനെ, ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ അമ്മ വെള്ളയപ്പവും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. രാവിലെ തന്നെ വെള്ളയപ്പവും കടലക്കറി ആട്ടോ, സൂറി മുട്ടക്കറിയല്ല. അപ്പോൾ അത് കഴിച്ചു. പിന്നെന്താ പറയുക, അതൊക്കെ കഴിച്ച് ജെയ്ഡുവിന് വേണമെന്ന് വെച്ചപ്പോൾ ജെയ്ഡുവിന് അതൊന്നും വേണ്ട. ജെയ്ഡുവിന് ഫുഡ് കൊടുക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ അത്രയോ ക്ഷമയോട് കൂടി ഇരുന്ന് വേണം അവന് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കതേ സ്വാതന്ത്ര്യമായിട്ട് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരും, ഇരുന്ന് കഴിക്കുക. പിന്നെ ഇത്തിരി സമാധാനം ഉണ്ടല്ലോ. ഞങ്ങൾ താമസിക്കുന്നിടത്താകുമ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി വോട്ട് ചെയ്യാൻ പോകണം റെഡിയായിട്ട്.